ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാന്താരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് കാണണേ. പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റിലായി കൂടി ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായി 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസായ കാന്താരി മുളകാണിത്. നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കാന്താരി മുളക്, 1 ടീസ്പൂൺ കുരുമുളക് കൂടി അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ആ പേസ്റ്റ് നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു 3 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലൊരു 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വഴറ്റി വന്നിട്ടുണ്ടെങ്കിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമുക്ക് ഇനി അതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഒരു കൈപ്പിടി നിറയെ മല്ലിയില, കുറച്ച് പുതിനയില, നമ്മൾ കാന്താരി മുളക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഇത് കൂടി നന്നായി അരച്ച പേസ്റ്റാണിത്. ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി ഉപ്പ് പാകമാണോ എന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ അരച്ച അരപ്പിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേവിച്ചെടുത്താൽ മതി. നമുക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്ക് ചിക്കനൊക്കെ നന്നായി വെന്ത് വരും. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്ന് അതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേറെ വറ്റിച്ചെടുക്കണമെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുത്താൽ മതി. ഞാൻ ഒരു മീഡിയം ഗ്രേവിയിലാണ് വറ്റിച്ചെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റിൽ മറക്കാതെ അറിയിക്കണേ. ഇങ്ങനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനും പൊറോട്ടക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.